ഗൈസ്, അപ്പോൾ ഇന്നും ഉത്സവം വ്ളോഗാ. ഇന്ന് മലനാട് ഉത്സവം. നമ്മൾ രാവിലെ തന്നെ ഇറങ്ങി. രാവിലെ തന്നെ മലനാട് അടുത്തുള്ള അമ്പലത്തിൽ കയറി തൊഴുതു. പിന്നെ നമ്മൾ നേരെ അവിടെ നിന്ന് മലനാട് അമ്പലത്തിൽ വിട്ട്. അവിടെ നമുക്കാണെങ്കിൽ കോഴി നേർച്ച കൊടുക്കാനുണ്ടായിരുന്നു. നല്ല രീതിയിൽ തന്നെ ഇവർ അമ്പലം നല്ലതായിട്ട് പൂവുകൊണ്ടൊക്കെ ഡെക്കറേറ്റ് ഉണ്ട്. വെറൈറ്റി കൊടിമരമാണ് മലനാടേ ഉള്ളത്. പക്ഷേ രാവിലെ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. ഗൈസ്, ഇപ്പോൾ രാവിലെ നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ഫുള്ള് റിലേറ്റീവ്സിന് വീട്ടിലൊക്കെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ വൈകിട്ട് ഒരു 4-5 മണിയായി. അമ്പലത്തിലോട്ട് നമ്മൾ കെട്ടുകാഴ്ച കാണാൻ പോവുക. വണ്ടി ഏകദേശം പകുതി വരെ വിടത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ദൂരെ വണ്ടി പാർക്ക് ചെയ്തിട്ടാണ് അമ്പലത്തിലോട്ട് പോകുന്നത്. അമ്പലം വരെ വണ്ടി വിടത്തില്ല. ചെന്നപ്പോൾ തന്നെ മലനാടപ്പൂപ്പന് കച്ച കെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ കാളയെല്ലാം അടുത്ത് പോയി കാണാൻ വേണ്ടി വയലിലോട്ടൊന്ന് ഇറങ്ങി. അപ്പോഴേക്കും മലനാടപ്പൂപ്പും കുതിരയ്ക്കും കാളയ്ക്കൊക്കെ അനുഗ്രഹം കൊടുക്കാൻ വന്നു. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഓരോ കുതിരയായിട്ട് വരാൻ തുടങ്ങി. ഈ കുതിര ഫസ്റ്റേ വന്നു. സഞ്ജു സാംസന്റെ പോസ്റ്റർ കാണുമെന്ന് എന്തായാലും ഞാൻ വിചാരിച്ചതാണ്. നമ്മുടെ മലനാടിലെ കുതിരകളെല്ലാം അത്യാവശ്യം നല്ല വലിയ കുതിരകളാണ്. അതുപോലെ തന്നെ 2 വലിയ എടുപ്പ് കാളകളുണ്ട് മലനാടയിൽ. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ എല്ലാ കെട്ടുകാഴ്ചകളും ഇവർ തോളിലെടുത്തുകൊണ്ടാണ് വരുന്നത്. ഗൈസ്, അപ്പോഴേക്കും നമ്മുടെ മലനാടപ്പൂപ്പൻ ഓരോ കെട്ടുകാഴ്ചയ്ക്കും അനുഗ്രഹം കൊടുക്കുമായിരുന്നു. അപ്പോൾ അനുഗ്രഹം കിട്ടിയ ഓരോ കെട്ടുകാഴ്ചയും അവർ അമ്പലത്തിലോട്ട് കൊണ്ടുപോകും. പ്രതീക്ഷ പോലെ തന്നെ ഒരു അടിയും നടന്നു. പിന്നെ അവിടെ നിന്ന് അമ്പലത്തിൽ ഫ്രണ്ടിലോട്ട് വന്നപ്പോഴേക്കും ഓരോ കാലമായിട്ട് അവർ അമ്പലത്തിൽ ഫ്രണ്ടിൽ കളിപ്പിച്ചിട്ട് ഗ്രൗണ്ടിലോട്ട് വെക്കുക. എല്ലാ വർഷവും ഇവിടെ ഒരു അന്യ സ്റ്റേജ് ആയിരിക്കും ഇവർ സെറ്റാക്കുന്നത്. അമ്പലത്തിലും ഫുള്ളി ലൈറ്റാണ്. ഗൈസ്, ആദ്യത്തെ കുതിര അവർ അമ്പലത്തിലോട്ട് എടുത്തുകൊണ്ട് വന്ന് ഇനി ഇത് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലിട്ട് കുറച്ച് നേരം കളിപ്പിക്കും. ഇത് കാണാൻ നല്ല രസമാണ്. ഇനിയും കുതിരയും കാളയും കയറാറുണ്ട്. ഇപ്പോഴും നല്ല രീതിക്ക് തന്നെ ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഇത്രയൊക്കെ ഉള്ളൂ. ഇനി അടുത്ത വ്ളോഗിൽ കാണാം.